ഈ കർക്കിടക കഞ്ഞി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. കർക്കിടക കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുമ്പുള്ള കാലത്ത് കുറച്ച് മരുന്ന് പൊടികളുണ്ട്. ഉലുവ, അങ്ങനെയൊക്കെയുള്ള ആശാളി, ഉലുവ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണെങ്കിൽ ബല കഷായത്തിലാണ് അത് ഞവരയാണ് കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നവര കുറച്ചുകൂടെ തടി വെപ്പിക്കുന്നതോ അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് നവരനെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ മില്ലറ്റ്സ് യൂസ് ചെയ്യും. പിന്നെ സൂചി, ഗോതമ്പ് അങ്ങനെയുള്ളത് ഈ റൈസിന് പകരം, കാർബോഹൈഡ്രേറ്റിന് പകരം അതെടുത്തിട്ട് മരുന്ന് പൊടികൾ ഈ കഷായത്തിൽ വന്നിട്ട് മരുന്ന് പൊടികളിൽ സീസൺ ചെയ്യും. അതിലൊരു കുറച്ച് ഗീയും കൂടെ ചേർത്തിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് എന്ന് വെച്ചാൽ ഈ നെയ്യ് ഏത് ഇതിൻ്റെ കോമ്പിനേഷനിൽ വന്നാലും അതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബ്രെയിനിൽ വരെ എത്തുന്നുണ്ട്. സോ ആ ടൈമിൽ ഈ സാധനങ്ങൾ ചേർത്ത കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ ആ ബോഡിക്ക് ആ മനസ്സിനും ശരീരത്തിനും ഒക്കെ തന്നെ ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ നല്ലതാണ്. അതുകൊണ്ടാണ്. പിന്നെ ഈ മരുന്നിന്റെ പേരുകളൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും. കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് അതിൽ നവര റൈസ് ആയിരിക്കും. നവര യൂസ് ചെയ്യാം, നവര നല്ലതാണ്. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തിന് അനുയോജ്യമായിട്ട് ഞങ്ങൾ മില്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് വണ്ണമുള്ളവർക്കാണെങ്കിൽ ഫോക്ടൈൽ മില്ലറ്റ്, അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. അത് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം നിങ്ങൾക്ക് മില്ലറ്റാണോ ഗോതമ്പാണോ ഏതാണ് നല്ലതെന്ന്. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസും ഉണ്ടല്ലോ, ആ ടൈം അതിനനുസരിച്ച് നമുക്ക് വേരി ചെയ്യാവുന്ന. ഇതേതെങ്കിലും ഒരു സമയത്ത് ഇപ്പം രാവിലെ തന്നെ കഴിക്കണമെന്നില്ല, ഈവനിങ് ഒരു 6:30 മുമ്പായിട്ട് ഇത് കഴിച്ചിട്ട് രാത്രി പിന്നെ ഒരു ഫുഡിൻ്റെ ആവശ്യമില്ല. ആണെങ്കിൽ നന്നായിട്ട് രാവിലെ ശോധന കിട്ടുകയും ചെയ്യും, ബോഡിക്ക് എനർജി ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ലൈറ്റ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീല് കിട്ടും ആ പേഷ്യൻ്റ്. പിന്നെ ഡോക്ടർ, നമ്മൾ ഈ കർക്കിടക ചികിത്സ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണോ ഇത് കഴിക്കേണ്ടത്, അതല്ലാത്ത നോർമൽ ആൾക്കാർക്ക് കഴിക്കാം? നോർമൽ ആൾക്കാർക്കും കഴിക്കാം, അല്ലാതെ ഇന്ന ആൾ കഴിക്കരുത് അങ്ങനെയൊന്നുമില്ല. ഈ കർക്കിടക സമയത്ത് വയറ്റിൽ ഒരു ഇതുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ശോധനയ്ക്ക് ഇത്തിരി ആവണക്കെണ്ണയോ എന്തെങ്കിലും ചെയ്ത ശേഷം ഇതൊരു 7 days കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം. ഓക്കെ.